അല്ല, ആരായത്? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ രാഹുൽ മാഷക്ക്? പിന്നില്ലാണ്ടിരിക്കോ? കൂളശ്ശേരിയിൽ ഒരു വിവാഹത്തിന് കൂടാമെന്നതാ. കൂട്ടത്തിൽ ഒന്ന് മാഷ കണ്ട കാര്യമുണ്ടായിരുന്നു. വരെ വരെ വരെ. രാഹുൽ മാസ്റ്റർ മട്ടന്നൂർ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോ മാഷായിരുന്നു ഹെഡ് മാസ്റ്റർ. ഇപ്പൊ കൊല്ലം കുറേ ആയി ഇല്ലേ മാഷേ? അതെ. ഇത് എന്റെ അളിയൻ ശങ്കരവാര്യര്. ഇത് ഡോക്ടർ MK വാര്യർ, യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗം മേധാവിയാ. പുണ്യം വാര്യത്തെന്നാ കെട്ടിരിക്കണേ. പൊന്നിയം വാര്യത്ത് വളരെ പ്രശസ്തനായ ഒരു ജ്യോതിഷ പണ്ഡിതൻ ഉണ്ടായിരുന്നല്ലോ, പേര്? കുട്ടികൃഷ്ണ വാര്യർ. ഭാര്യയുടെ മൂത്ത ഏട്ടനാ. ഇപ്പൊ ഇല്ല, മരിച്ചു. അപ്പോ വളച്ചുകെട്ടില്ലാതെ വന്ന കാര്യം പറയാം. ഇദ്ദേഹത്തിന്റെ മകള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്ക് ഒരു ഡോക്ടറെ തന്നെ ഭർത്താവായി കിട്ടിയാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഇടയില് അതത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അന്വേഷിച്ചു വന്നപ്പോ ഉദിയന്നൂർ വാര്യത്ത് മെഡിസിൻ പാസ്സായ ഒരു ചെക്കനുണ്ടെന്ന് കേട്ടു. അത് മാഷയുടെ മകൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അപ്പൊ പിന്നെ സൗകര്യമായല്ലോ. അതാ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ അവന്റെ വിവാഹകാര്യം ആലോചിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. ധൃതി വേണ്ട, മകളുടെ പഠിത്തം കഴിയുമ്പോ മതി. അതിനിടയ്ക്ക് ഒരു നിശ്ചയം, അത്രേ വേണ്ടൂ. ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവനിപ്പോ അമേരിക്കക്ക് പോവുക പഠിക്കാൻ. ഓഹോ. പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്ക് സാവകാശമായിട്ട് തീരുമാനിക്കാം. മതി, അത് മതി. നേരം പോയാലോ, എന്താ നീ തപ്പിപ്പെറുക്കണേ? കനകക്കട്ടി. മാളുവിന്റെ ജാതകം ഞാൻ ഇതിനകത്താണല്ലോ വെച്ചിരുന്നത്, അതിവിടെ കാണാനില്ലല്ലോ. എന്തിനാ ഇപ്പോ? മോളെ കെട്ടിച്ചയക്കാൻ പോവാ? പിന്നല്ലാണ്ട് മനക്കണക്കും കൂട്ടി ജപിച്ചോണ്ട് ഇവിടെ ഇരുന്നാലേ ചെക്കൻ ആണുങ്ങൾ വന്ന് കൊണ്ടുപോകും. ഉദയനൂര് ആൾക്കാർ വന്നു തുടങ്ങി, അതും പണവും പ്രതാപമുള്ളവര്. എന്റെ ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. കുടുംബസമേതം കല്യാണത്തിന് പോവുക, ഉരുട്ടി പിഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുക. എന്താച്ചാ? എടാ, ചന്ദ്രശേഖരന് ആലോചനകൾ വന്നു തുടങ്ങി വാര്യത്ത്. ഇത് നമ്മൾ ഉണ്ടാതിരുന്ന അപകട. പോരാത്തതിന് അന്യനാട്ടിലേക്കാവും പോണേ. വല്ല കുരുക്കിലും ചെന്ന് വെട്ടാലേ ഇതാ കോട്ടുവായിട്ടോണ്ടിരുന്നാ മതി. അങ്ങനെ വെച്ചാ കല്യാണം അവിടെ നടത്തണം. നീ പറഞ്ഞതാ അതിന്റെ ശരി. അവൻ പോണേന് മുമ്പ് വാരരോട് നയത്തി പറഞ്ഞ് ഒരു ഉറപ്പിക്കലെങ്കിലും നടത്തണം. ഞാൻ ജാതകം ഒന്ന് നോക്കിച്ചിട്ട് വരാം. നീ പോയി ദേവയോട് പറഞ്ഞ് ചന്ദ്രന്റെ തലക്കുറി ഒന്ന് വാങ്ങി. ശുഭലക്ഷണ. അഷ്ടമത്തിൽ ചൊവ്വ, മംഗല്യസ്ഥാനത്ത് ഗുളിയനും. ഇതാണ് ഗ്രഹങ്ങളുടെ കിടപ്പ്. ഈ അവസ്ഥയിൽ ഞാൻ എന്താ പറയാ? എന്താ തിരുമേനി? മംഗല്യദോഷമുണ്ട്. ഈ ജാതകം ഗണിച്ചതും എഴുതിയതും ഒക്കെ തിരുമേനി തന്നെയല്ലേ? എന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. മംഗല്യദോഷമുള്ളത് ഗണിച്ചപ്പോഴേ കണ്ടു. വാര്യരെ അപ്പോഴേ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ആ സത്യം മറച്ചത്. എന്നെങ്കിലും കല്യാണക്കാര്യത്തിലേക്ക് കടക്കുമ്പോ അറിയട്ടെ എന്ന് കരുതി. എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? കണ്ടോ, ഈ മനോവിഷമം 20 കൊല്ലക്കാലം കൊണ്ടു നടക്കണമായിരുന്നെന്നാണോ വാര്യര് പറയണത്? ഞാൻ സൽബുദ്ധിക്ക് ചെയ്തതാ. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയും കാണില്ല. വൈധവ്യം നിശ്ചയ. ഗ്രഹങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ലേ? വിവാഹത്തിന്റെ പക്ക നാളോളമേ ആ ദാമ്പത്യം നിലനിൽക്കൂ. പിന്നൊരു പുനർവിവാഹം കാണുന്നുണ്ട്. സുദീർഘ ദാമ്പത്യവുമായിരിക്കും അത്. അങ്ങനെ അങ്ങോട്ട് ആശ്വസിക്കുക. പരിഹാര പൂജ എന്തെങ്കിലും? ആരെ പ്രീതിപ്പെടുത്തിയാലും കാര്യമില്ല. വിധിയെ തടുക്കാനാവോ? എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഈശ്വരനെ ധ്യാനിക്കുക. മറ്റാരേലും കാണിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് നോക്കിയാലോ? നീയൊന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ജ്യോതിഷത്തിൽ വലിയ പടത്തിനേക്കാൾ കേമനായിട്ട് വിവരമുള്ള ആരാ ഉള്ളത്? ഗ്രഹനിലയും ദൃഷ്ടിയും എല്ലാം വിശദമായി ഗണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്. സിനിമയിൽ പറഞ്ഞ പഴക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏതായാലും ഈ കാര്യം പുറത്താരോടും പറയണ്ട. പ്രത്യേകിച്ച് മാളും അറിയണ്ട. ഗ്രഹനില അല്പം ഒന്ന് മാറ്റി പുതിയൊരു ജാതകം എഴുതിക്കുക. അയ്യോ, അത് ചതിയല്ലേ?
ചതിക്കണ്ടെന്ന് കരുതിയാലേ മോള് നിത്യകന്യകയായി വാരിച്ചിരിക്കും. അത്ര തന്നെ. ജാതകത്തിലുള്ള ദോഷം തീരാൻ ഞാൻ ഒരൊറ്റ വഴിയെ കാണുള്ളൂ. അപ്പൂനെ കൊണ്ട് മാളൂന് പുടവ കൊടുപ്പിക്കുക. അപ്പൂനെ കൊണ്ടോ? ആ, പേരിനൊരു ചടങ്ങ്. ചടങ്ങിന് വേണ്ടി മാത്രം ഒരു വിവാഹം ഗോവിന്ദേട്ടൻ സമ്മതിക്കുവോ? സമ്മതിക്കും. അപ്പൂവിന്റെ നന്മയ്ക്കാണെന്ന് പറഞ്ഞാ ഗോവിന്ദേട്ടന് സന്തോഷം ഉണ്ടാവും. നമ്മുടെ കണ്ണിൽ മാത്രം അതൊരു ചടങ്ങ്. ജാതകം തമ്മിൽ നോക്കി ശുഭാണെന്ന് വരുത്തണം. ഗോവിന്ദേട്ടനെ അതിലൊന്നും ഇടപെടുത്തരുത്. നമ്മൾ പറഞ്ഞാൽ അത് വിശ്വസിക്കും. എന്തായാലും കല്യാണം നടക്കട്ടെ. പക്കനാള് തൊട്ട് പക്കനാള് വരെ മാത്രമേ ഈ ദാമ്പത്യത്തിന് ആയുസുണ്ടാവൂ. അതായത് കൂടിയ 27 ദിവസം. അതോടെ മാളുവിന്റെ ദോഷം തീരും. അപ്പോ അതൊന്നും വേണ്ട. അമ്മ എന്ന് മിണ്ടാണ്ടിരുന്നേ. അല്ലേ തന്നെ അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. കുടുംബത്തിന് ഭാരം എന്നല്ലാണ്ട് വേറെന്താ? എല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാം കെട്ടിന് ചന്ദ്രൻ സമ്മതിക്കുമെന്നാ എന്റെ സംശയം. സമ്മതിക്കും. പക്ഷെ അവന്റെ അച്ഛൻ പറയണം. പറയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ചന്ദ്രനെ ഇക്കാര്യം അറിയിക്കേണ്ടതാണോ? വേണ്ട, എല്ലാം വഴി അറിഞ്ഞാ മതി. നാളെ അവൻ മടങ്ങിപ്പോവല്ലേ, അത് കഴിഞ്ഞ് ഭാര്യതറിഞ്ഞാ മതി. പിന്നൊരു കാര്യം, ചന്ദ്രൻ പോയി കഴിഞ്ഞാ മാളു ഇക്കാര്യം എഴുതി അറിയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവള് സമ്മതിക്കുമെന്ന എന്റെ പേടി. എന്താ സമ്മതിക്കാണ്ടിരിക്കാൻ? അവളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ. അനിയൻകുട്ടി ഒരുപാട് ദൂരെയാ പോണേന്ന് ശങ്കുണ്ണി പറഞ്ഞു. അതെ, ഒരുപാട് ദൂരെ. അപ്പൊ പിന്നെ അനിയൻകുട്ടിയെ നോക്കാൻ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവും. ഇവിടത്തെ പോലെ തന്നെ അവിടെയും സ്നേഹമുള്ള ധാരാളം ആൾക്കാരുണ്ടാവും. വലിയ ഡോക്ടറായിട്ട് വരുമ്പോ എനിക്കുള്ള മരുന്നൊക്കെ കൊണ്ടുവരണം. അതിന് അപ്പോട്ടിന് അസുഖമൊന്നുമില്ലല്ലോ. ഉണ്ട്. അതുകൊണ്ടല്ലേ അനിയൻകുട്ടിയെ പോലെ ഞാൻ ഡോക്ടർ ആവാത്തെ? ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ? അപ്പോട്ടിന് ഒരു അസുഖമില്ല, എല്ലാം തോന്നല. പിന്നൊരു കാര്യം, ആരോടും തല്ലിനും വഴക്കിനും ഒന്നും പോരുത്. ഞാൻ തിരിച്ചു വരുമ്പോ ഉദയന്നൂരിൽ എല്ലാരും ബഹുമാനിക്കുന്ന അപ്പക്കുട്ടന്മാരെ കാണണം. ആഹാ, ഇതുവരെ റെഡിയായില്ലേ? അപ്പോട്ട് എവിടെ ഇരിക്കാ? അച്ഛൻ വിളിക്കണോ? അയ്യോ, ഈ ബാഗ് അങ്ങോട്ട് എടുത്തോ. എന്നെ എവിടെന്ന് പറഞ്ഞേക്കാൻ? എല്ലാരെക്കാളും ധൃതി നിനക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട് പോലെയല്ല ഈ അന്യനാടെന്നൊക്കെ പറഞ്ഞാൽ. അവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറെ സമയമൊക്കെ എടുക്കും. വീട്ടുകാരെ പറ്റി ഓർത്ത് പഠിത്തത്തിലുള്ള ശ്രദ്ധയൊന്നും കുറയണ്ട. ശരി, എന്നാ കരുകളൂ. ഓ, അനിയൻകുട്ടി എള്ളുണ്ടേ കേശവന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. കാറിലിരുന്ന് തിന്നോ. എന്നാലും സമയം കളയണ്ട, കരുകളൂ. എന്താ ഭാസ്കര, പശുവിനെ പിടിച്ച് ശകുനം കെട്ടായിരുന്നില്ലേ? അതിനെന്താ ഇപ്പൊ തന്നെ നിർത്താലോ? വേണ്ട, അപ്പോട്ടുമ്പോ നിന്നാ മതി.